കേരളത്തിലെ UDF ഭരണം അധികാരത്തിലേറുമ്പോൾ സത്യപ്രതിജ്ഞയ്ക്കെത്തിയ ലീഗ് മന്ത്രിമാർക്ക് പോലും തലയിൽ തൊപ്പിവെക്കാൻ കഴിയാത്ത അപകടാവസ്ഥയിലേക്കാണ് ഭരണം പോകുന്നതെന്ന് CPIM നേതാവ് പ്രൊഫസർ MM നാരായണൻ പറഞ്ഞു. CPIM പൊന്നാനിയിൽ ഇന്ധനവില വർധനവിനെതിരെ സംഘടിപ്പിച്ച പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലീഗിന്റെ മുൻ മന്ത്രിമാരെല്ലാം തൊപ്പി ധരിച്ചാണ് മുൻകാലങ്ങളിൽ സത്യപ്രതിജ്ഞയ്ക്കെത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞിരുന്നവർ മന്ത്രിസ്ഥാനം ലഭിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ മതം പ്രശ്നമല്ലാതായി മാറിയെന്നും ലീഗിന് 4 മന്ത്രിസ്ഥാനം കിട്ടിയാൽ തൊപ്പിയല്ല ട്രൗസർ വരെ ഊരിവെക്കാൻ അവർ തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊപ്പി ധരിക്കാതെ തൊപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവരും ധരിച്ചോളും. മുസ്ലിങ്ങളുടെ ഇടയിൽ നിയമമൊന്നുമില്ല. തൊപ്പിട്ടവരുണ്ടാവും, തൊപ്പിടാത്തവരുണ്ടാവും അല്ലേ. അപ്പൊ ഞാനൊക്കെ ഇവിടെ പൊന്നാനി വരുന്നതിന് മുമ്പ് കേട്ടത് പൊന്നാനി പോയി തൊപ്പിടുക. തൊപ്പിടുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൽ ചേരുകയാണ്. അപ്പൊ ഇസ്ലാം മതത്തിന്റെ ഒരു എന്താ പറയാ ഒരു അടയാളമാണ് എന്ത് തൊപ്പി. അത് വെച്ച് ഇസ്ലാം മുസ്ലിങ്ങൾ മാത്രമേ തൊപ്പിടുക, ബാക്കിയുള്ളവരും തൊപ്പി. മുസ്ലിങ്ങളിൽ തന്നെ മുജാഹിദ് വിഭാഗം അത്ര തൊപ്പിക്ക് വലിയ നിർബന്ധമുള്ളവരല്ല. എന്നാൽ സുന്നി വിഭാഗത്തിൽ തൊപ്പി ഏതാണ്ട് ഒരു പ്രധാനപ്പെട്ട അടയാളമായിട്ട് പരിഗണിക്കുന്നവരാണ്. ഈ തൊപ്പി ഇട്ടിട്ടാണ് സാധാരണ സുന്നിയായാലും മുജാഹിദായാലും ലീഗാറ് സത്യപ്രതിജ്ഞ. പഴയ ലീഗ് നേതാക്കന്മാരുടെ ചിത്രമൊക്കെ നമ്മൾ നോക്കൂ. CH മുഹമ്മദ് കോയ തൊപ്പിട്ടിട്ട് അദ്ദേഹത്തിനെ കാണാം. ഔക്കാദർ കുട്ടിന തൊപ്പിയ, അഹമ്മദ് കുട്ടി കുരുക്കള് തൊപ്പിയ, ഇബ്രാഹിം സുലൈമാൻ തൊപ്പി, ബനാത്ത് വാല തൊപ്പി. എന്തിനാ നമ്മുടെ ഈ അഹമ്മദ് വരെ തൊപ്പിട്ടിട്ടാണ് നടന്നത് അല്ലേ. പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ഭരണത്തിൽ പങ്കാളികളാണെന്ന് മാത്രമല്ല, ഈ ഭരണം ഞങ്ങളാണ്, ഞങ്ങളുടെ കൈവെള്ളയിലാണ് എന്ന് അഹങ്കരിക്കുന്ന മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർക്ക് തലയിൽ തൊപ്പി വെക്കാൻ കഴിയാത്ത ഒരു ഗതികേടിലേക്ക് ഈ കേരളത്തിലെ ഭരണം എത്തി എന്നുള്ളതാണ് ഈ സത്യപ്രതിജ്ഞ തെളിയിച്ച ഒരു സംഭവം. തൊപ്പി വെക്കണമെന്ന് നിർബന്ധമുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ നമ്മുടെ നാട്ടിൽ ആലോചിച്ച് നോക്കൂ, വ്യത്യസ്ത സമുദായക്കാർ വെച്ചു പുലർത്തുന്ന ആചാരങ്ങളും ആരാധനാ രീതികളും ജീവിതക്രമങ്ങളും വേഷഭൂഷാദികളും ഭക്ഷണ രീതികളും ഒന്നും ഇനിമുടെ നടക്കില്ല. തങ്ങൾ പറഞ്ഞതിനനുസരിച്ച് വേഷം കെട്ടിക്കൊള്ളണം, തങ്ങൾ പറഞ്ഞത് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ, തങ്ങൾ പറഞ്ഞ മാതിരി ആരാധന നടത്താൻ പാടുള്ളൂ, പള്ളി കെട്ടാൻ പാടില്ല, പള്ളി പൊളിക്കുകയാണ് അല്ലേ. നല്ല തിരിച്ചാണ്. ഇങ്ങനെ നിർബന്ധപൂർവം ഒരു അധികാര കേന്ദ്രം വ്യത്യസ്ത മതവിശ്വാസങ്ങളെ വെച്ചു പുലർത്തുന്ന ജനങ്ങളുടെ നെഞ്ചത്ത് കയറി നൃത്തം വയ്ക്കുന്ന ഒരു ദേശീയ സന്ദർഭത്തിൽ ലീഗിന്റെ മന്ത്രിസ്ഥാനം ഉള്ള ഭരണ പങ്കാളിത്തമുള്ള ഒരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സാക്ഷാൽ ലീഗ് നേതാക്കന്മാർക്ക് തൊപ്പി വെക്കാൻ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ, തൊപ്പി ഊരി വെച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്ന സൂചനയുണ്ട്. അതൊരു അടയാളമാണ്, അതൊരു സൂചനയാണ്. വരാനിരിക്കുന്ന ഭാവിയുടെ നമ്മെ ചകിതരാക്കുന്ന ഒരു സൂചനയാണ് സത്യപ്രതിജ്ഞ ചടങ്ങില് ഈ തൊപ്പി ഊരിയുള്ള ലീഗുകാരുടെ പ്രകടനം. മാത്രമല്ല, ലീഗിന്റെ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിളിച്ചിരുന്ന പ്രധാനപ്പെട്ട എന്താ, മതമാണ് പ്രശ്നം അല്ലേ, മതമാണ് പ്രശ്നം. പക്ഷേ മന്ത്രിസ്ഥാനം കിട്ടേണ്ട സന്ദർഭം വന്നപ്പോ എന്താണ്, മതം പ്രശ്നമല്ല എന്ന ലീഗുകാർ പച്ചയ്ക്ക് പറയുക കൂടി ചെയ്തിരിക്കുന്നു. അങ്ങനെ ലീഗിന്റെ മുഖം മനസ്സിലായോ. അവർക്കെന്തില്ല, മതവിശ്വാസവും ഇല്ല, അവർക്ക് പള്ളിയില്ല, ഇത് പടച്ചോന്നുമില്ല എന്നുള്ളൊരു തെളിവാണ് 4 മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ തൊപ്പിയല്ല ട്രൗസർ വരെ പഠിച്ചാൽ അവർ ഊരി വെക്കാൻ ഒരുക്കമാണ് അല്ലേ. അതല്ലേ കാണിച്ചു.